ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 2-3-4 ദിവസമായിട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു കേട്ടോ, പാലക്കാട് വീട്ടിലായിരുന്നു. അപ്പോൾ അന്നന്ന് താത്താൻ്റെ വീട്ടിലായിരുന്നു നിന്നത്. ഇപ്പോൾ ഞങ്ങൾ പോണത് ഞങ്ങളെ സ്വന്തം തറവാട്ടുകാട്, ഞങ്ങൾ ജനിച്ച് വളർന്ന് ഞങ്ങളെ വീട്ടിലേക്കാണ് പോണത് കേട്ടോ. അപ്പോൾ പോണ സമയത്ത് താത്ത കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പോണ വഴികളാണ് കേട്ടോ. ഇതിലെങ്ങനെ പോയാൽ കുറച്ച് ഉള്ളിലേക്ക് പോകണം കേട്ടോ. പാലക്കാട് എന്ന് പറഞ്ഞാൽ പാലക്കാട് അല്ല കേട്ടോ, അവിടുന്ന് പാലക്കാട് നിന്നും കുറച്ച് പോരണം. കൊല്ലംകോട് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പ്രകൃതി രമണീയമായ സ്ഥലത്താണ് കേട്ടോ എൻ്റെ വീട്. അപ്പോൾ നല്ല സ്ഥലങ്ങളും അതുപോലെ തന്നെ ഓരോന്നും ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം കേട്ടോ, അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ മഴയൊക്കെ ഉള്ളത് കൊണ്ട് നല്ല പച്ചപ്പാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴൊക്കെ വേനലേ ഇരുന്നിട്ട് മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ വരുമ്പോൾ ആകെ ഉണങ്ങി കരിഞ്ഞ് നിൽക്കും. ഇപ്പോൾ എന്തായാലും നമ്മളിതാ പോണ വഴിക്കാണ് നമ്മുടെ ഫ്രണ്ട്സുകളെ വീടുകളും അതുപോലെ നമ്മളെ പഠിപ്പിച്ച ടീച്ചർമാരെ വീടുകളും ഒക്കെയാണ് കേട്ടോ കാണുന്നത്. ഈ കാണുന്ന വീടിൻ്റെ 3-ാം ക്ലാസ് പഠിപ്പിച്ച എൻ്റെ ടീച്ചർ വീടാട്ടോ. ഇപ്പോൾ ടീച്ചർക്കൊന്നും നമ്മൾ അങ്ങനെ വല്ലാതെ അറിയന്നെ ഉണ്ടാവില്ല കേട്ടോ, മുഖമൊന്നും ഓർമ്മ തന്നെ ഉണ്ടാവില്ല. 3-ാം ക്ലാസ്സിലത്തെ ഇതല്ലല്ലോ ഇപ്പോൾ അപ്പോൾ ഇതാ പോണ സൈഡ് കണ്ടില്ലേ, ഫുള്ള് പാടാണ് കേട്ടോ. 2 സൈഡും അടിപൊളി പാടം സൈഡാണ്. അപ്പോൾ നെല്ലൊക്കെ നല്ല കൊയ്ത്തിന് സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, നെല്ലൊക്കെ പഴുത്ത് നല്ല അടിപൊളി പച്ചയും മഞ്ഞയും ഒക്കെ ആയിട്ട് ആകാശത്തിൻ്റെ ആ നീലയും മേഘങ്ങളുടെ ആ കളർ ഒക്കെ പാടം അങ്ങോട്ട് കൂടിയിട്ട് ഭയങ്കര അടിപൊളി ഒരു രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് മാത്രമല്ല അപ്പുറത്ത് പിന്നെ ഇവിടെ വേറെയും കുറേ കാഴ്ചകൾ കാണാണ്ട് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം. പക്ഷേ ആ വീഡിയോ ഞാനിന്ന് ഇട്ടിട്ടില്ല. ഇതിൽ കുറച്ച് എൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങൾ കൂടി അടങ്ങിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീടും ഞാൻ ജനിച്ച് വളർന്നതും എൻ്റെ ഫ്രണ്ട്സുകളെ വീടുകളും ഒക്കെ ആയിട്ടാട്ടോ. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു വീടുണ്ട്, അതും എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീടാട്ടോ. അവരൊന്നും ഇപ്പോൾ ഇവിടെ എല്ലാം കണ്ടിട്ട് ഞങ്ങൾ കുറേ കാലങ്ങളായിട്ടോ. അപ്പോൾ ഇങ്ങോട്ടൊരു ചെറിയൊരു റോഡുണ്ട്. ആ റോഡിനാണ് ഞാൻ പഠിച്ചെൻ്റെ സ്കൂൾക്ക് പോകാം കേട്ടോ. ചെറിയ സ്കൂൾ 1 മുതൽ 4-ാം ക്ലാസ് വരെയുള്ള സ്കൂളാണ് കേട്ടോ അവിടെ. അപ്പോൾ എന്തായാലും ഏകദേശം നമ്മളെ വീട്ടിലേക്ക് എത്താനായിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സ്വന്തം ജനിച്ചു വളർന്ന വീടും നാടും ഒക്കെ കാണാൻ അറിയുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷം തന്നെയാണ് അല്ലേ. അപ്പോൾ അതാട്ടോ റെയിൽ ക്രോസ് ചെയ്തിട്ട് വേണം നമ്മളെ വീട്ടിലേക്ക് എത്താൻ. അപ്പോൾ അധികം ദൂരമൊന്നുമില്ല കേട്ടോ, ആ കാണുന്ന അവിടെ തന്നെയാണ്. പിന്നെ ഇവിടെ കുറേ ചെറിയ ചായപ്പൊടികളും അതുപോലെ തന്നെ ചെറിയ ചെറിയ പെട്ടിപ്പൊടികളും ഒക്കെ ഉണ്ടായിരുന്നുണ്ട്. ഇപ്പോൾ അവിടെ ആ ഭാഗത്തൊന്നും ഇല്ല. ഇതാണ്ടില്ലേ, ഇതൊക്കെ ഒരു ചെറിയ പെട്ടിപ്പണി ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതും എൻ്റെ ഒപ്പം പഠിച്ച ഒരു ഫ്രണ്ടിൻ്റെ വീടാട്ടോ. ഓനവിടെ അല്ല കേട്ടോ, അവരൊക്കെ ഓരോ ജോലിയായിട്ട് പുറത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ മക്കളെ, നമ്മളെ വീട് ഇതാണ് കേട്ടോ, ഞങ്ങളെ കുഞ്ഞു സ്വർഗ്ഗമാണ് കേട്ടോ അത്. അപ്പോൾ അവിടെ അതിൻ്റെ തൊട്ടന്നെ നമ്മൾ അനന്തേട്ടൻ്റെ ചായക്കടയുണ്ട്. പിന്നെ ഞങ്ങളെ വീടെന്ന് വെച്ചാൽ അത്ര വലിയ വീടൊന്നും അല്ല കേട്ടോ, എന്നാലും അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീടൊക്കെ ഉണ്ടല്ലോ, അത് മതിയല്ലോ. ഇതും ഇല്ലാത്തൊരു എത്ര ഉണ്ടല്ലോ. അപ്പോൾ ആ വീടിൻ്റെ ഫ്രണ്ടിൽ കാണുന്നത് ടൈലർ ഷോപ്പാട്ടോ. താത്താരും ഒക്കെ തയ്ക്കണ ആൾക്കാരാണ്. അപ്പോൾ ചെറിയൊരു കട ഇട്ടതാണ്. അങ്ങനെ ഞങ്ങളിതാട്ടോ ഇനിയിപ്പോൾ ഒന്ന് ചുറ്റിക്കറങ്ങി ഒന്ന് വരാം. അപ്പോൾ ഇത് നമ്മൾ ഈ ഭാഗത്തുള്ളതും അധികം അതിലും അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഫുള്ള് മുള്ള് വേലികളാണ്. ഞങ്ങളതിപ്പോൾ മുള്ള് വേലി മാറ്റിയിട്ട് കമ്പി ആക്കിയിട്ടുണ്ട് കേട്ടോ, മറ്റേ നെറ്റിൻ്റെ. അപ്പോൾ കുറേ എപ്പോഴും നമ്മളിങ്ങനെ മാറ്റേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അവിടെ കയറിയ വീടുണ്ടല്ലോ, അതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് കേട്ടോ, അതും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ്. അപ്പോൾ ഇതാണ് നമ്മളെ വീട്ടിൽ നിന്ന് പോരുന്ന വഴികൾ കേട്ടോ. നല്ല അടിപൊളി രസമാണ് കേട്ടോ കാണാൻ തന്നെ. 2 ഭാഗം ഇല്ലിക്കമ്പും ഒക്കെ വെച്ചിട്ടുള്ളൊരു മുള്ള് വേലി. അപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടില്ലേ, ഇവിടെയൊക്കെ ഞങ്ങൾ ഓടിക്കളിച്ച് നടന്ന സ്ഥലങ്ങളാട്ടോ. സാറ്റുകളിയും അതിന് തൊട്ട് അങ്ങനെ ഏറുകളിയും പല കളികളാണല്ലോ അന്നൊക്കെ. ഇന്നത്തെ കുട്ടികൾക്കൊരു കളിയോ ഇതൊന്നും അറിയില്ല, ഫുൾ ടൈം TV മൊബൈലൊക്കെ അല്ലേ. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇവിടെ അവർ അമ്പലവും വീടുകളും ഒക്കെ വന്നതിന് ശേഷം ആ സ്ഥലമാണെന്ന് തന്നെ പറയില്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ ആയിരുന്നു ഞങ്ങൾ കളിച്ചിരുന്ന സ്ഥലം കേട്ടോ. അവിടെ വലിയൊരു മരമായിരുന്നു കേട്ടോ, അതൊക്കെ മുറിച്ച് അവിടെയൊക്കെ ആകെ സ്ഥലം തന്നെ എന്താ മാറിയ പോലെയാണ്. ഇതൊക്കെ നമ്മൾ അറിയുന്ന ആൾക്കാരുടെ വീട് തന്നെയാണ്. അതുപോലെ ഓലപ്പെരകളൊക്കെ ഇപ്പോൾ സുമാർ എവിടെ അങ്ങനെ കാണാറില്ല കേട്ടോ, പക്ഷേ ഇതിനൊക്കെ കുറേയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മോനധികം പോയപ്പോൾ ഒരു പൂ വറുത്തത് കേട്ടോ, പക്ഷേ അത് ചെടിയോടുക്കനെ വന്നു കേട്ടോ.
പിന്നെ ഈ ഒരു വഴി ഉണ്ടല്ലോ നമ്മളെ വീട്ടിൽ നിന്ന് വരുന്ന നേരെ ഇതിൽ അപ്പുറത്ത് കൂടിയും പോവട്ടോ. ഫുള്ള് ഇടവഴിയാണ്, എന്താ ടിലികൾ അങ്ങനെ എന്തോ പണ്ടത്തെ ആൾക്കാർ പറയുമല്ലോ ഇടവഴികൾ. അപ്പോൾ ഇവിടെ ഞാൻ എന്നും ഒളിച്ചിരിക്കുന്ന സ്ഥലം കേട്ടോ. സ്കൂൾക്ക് പോകാൻ മടിക്കുമ്പോൾ രാവിലെ അമ്മ മാറ്റിയൊക്കെ തന്നാൽ ഒരൊറ്റ ഓട്ടാണ് കേട്ടോ സ്കൂൾക്ക് പോകാൻ മടിച്ചിട്ട്. എന്നിട്ട് അവിടെ വന്നിങ്ങനെ പാത്തിരിക്കും. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഇതാ പോകുന്നു. ഇതാണ് നമ്മൾ നൊട്ടങ്ങായി കേട്ടോ. നൊട്ടങ്ങ, ചുണ്ടങ്ങ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഇതിനൊന്നും ഇപ്പോൾ ഇതിന് നല്ല മാർക്കറ്റ് അത്ര കേട്ടോ. പക്ഷേ ഇപ്പോൾ നമ്മളെ നാട്ടിലും എവിടെയൊന്നും അധികം കാണാറേ ഇല്ല കേട്ടോ. പക്ഷെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ ഭാഗത്തൊക്കെ ഇത് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് പറിച്ച് കഴിച്ചിട്ടോ. നല്ല മധുരം ഉണ്ടായിരുന്നു. നല്ല മൂത്തത് ആകുമ്പോൾ ഒരു മഞ്ഞ കളറാകും കേട്ടോ. അപ്പം അത് കഴിക്കുമ്പോൾ നല്ല മധുരമാവും. പക്ഷെ പച്ചയിൽ അത് കഴിക്കുമ്പോൾ ഒരു പുളിയാവും കേട്ടോ. നല്ലൊരു എന്തൊക്കെയോ അസുഖത്തിനും ഇതിനൊക്കെ ഇപ്പോൾ പറ്റിയത്ര കേട്ടോ. പക്ഷെ ആദ്യമൊന്നും അതിനൊരു വിലയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം എല്ലാവരും അത് അന്വേഷിച്ച് നടക്കലോ നടത്തിക്കണം. അതാണ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ അന്ന് ഉണ്ടായിട്ട് ആർക്കും ഒരു ഉപകാരം ആരും ആവശ്യമില്ലാത്ത അങ്ങനെ വെറുതെ ഞങ്ങളൊക്കെ പറിച്ച് കളിച്ച് കളഞ്ഞൊരു സംഭവങ്ങളാണ്. അങ്ങനെ അതൊക്കെ പറിച്ച് ഇങ്ങനെ വരുമ്പോൾ നമ്മളെ വലിയ താത്താൻ്റെ വീട്ടിലെ ഫ്രണ്ടിൽ തന്നെ ഉള്ളത് കേട്ടോ അരിനെല്ലിക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്രാവശ്യം നല്ലതുപോലെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ആദ്യമായിട്ടാണോ എന്താ അറിയില്ല, പക്ഷെ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഫ്രണ്ട് ഇവിടെ കാണുന്നത്. ഇപ്പോൾ വന്നിട്ട് ഇതിന് മുന്നൊക്കെ വരുമ്പോൾ മരം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഒരു പറിക്കുകയാണോ എന്നൊന്നും അറിയില്ല. പിന്നെ ഇതാ ഇപ്പുറത്തെ ഭാഗത്ത് കുറച്ച് അമരക്ക വിത്തിട്ടിട്ട് അങ്ങനെ വള്ളി കുറേ ഉണ്ടായിക്കും കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ അമരക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് അമരക്ക ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ ആയിട്ടില്ല, പൂ പോലും ഇട്ടിട്ടില്ല. പിന്നെ ഇതാ ആ വാഴൻ്റെ ചോട്ടിൽ കൂടെ കുറേ പയറിട്ടിട്ട് മുളച്ചിട്ടുണ്ട്. അതിൽ പയർ ചെറുതായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ വീട്ടിൽ പോയി എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ വേണ്ടാന്ന് നമ്മൾ പറയില്ലല്ലേ, കിട്ടുന്നതൊക്കെ വാരി വലിച്ച് കൊണ്ടുവരും ചെയ്യും. ഇനി എന്തായാലും ഞാൻ കുറച്ച് നെല്ലിക്ക കറക്കട്ടെ കേട്ടോ. ഇവിടം വരെ വന്നിട്ട് നെല്ലിക്ക കൊണ്ടുപോകാതെ പോകുന്നതൊരു മോശമല്ലേ. അപ്പോൾ താത്ത പറയുകയും ചെയ്ത് അറുത്തോളം കൊണ്ടുപോകുന്നു കേട്ടോ. അവർക്ക് ഇങ്ങനെ എപ്പോഴും കിട്ടണമല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ വരുമ്പോഴല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് കൂടുതൽ തന്നെ അങ്ങോട്ട് അറുത്തിട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ഉപ്പിലിടാനും. പക്ഷെ അറുത്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കുറേ എല്ലാവരും ഇങ്ങനെ കഴിച്ചും കുറേയൊക്കെ തീർത്തിക്കണം കേട്ടോ. അല്ല ഉപ്പിലിട്ടതും ഉപ്പിലിടാത്തതും ഒക്കെ ആയിട്ട് അങ്ങനെ തീർത്ത് നിന്ന് കഴിച്ചിക്കണം. അപ്പോൾ ഞാൻ അറുത്ത നെല്ലിക്ക ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ അറുത്ത് കണ്ടപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഇതിന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ സംഭവം. കുറേ ആൾക്കാർ തിന്നും ഓരോരുത്തർ കൊടുത്തിട്ടും ഒക്കെ അങ്ങനെ നെല്ലിക്കൊക്കെ അതാ പറിച്ചവിടെ വെച്ചിട്ട് ഞങ്ങളിവിടെ ഉള്ളിൽ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതാ നമ്മളെ താത്താൻ്റെ മോള് പൂളപ്പൊരി കൊടുന്നതെന്ന് കേട്ടോ. പൂള വറ്റിൽ പിന്നെ മിഷ്യന് പിന്നെ എവിടെ ചെന്നാലും മെഷീൻ ഉണ്ടാവും കേട്ടോ. ഞങ്ങൾ 3 ആളും ടൈലർമാരായതുകൊണ്ടേ. പിന്നെ ഇതാ നമുക്ക് താത്ത നല്ല ഷമാമ് ജ്യൂസൊക്കെ അടിച്ചു തന്നു. അങ്ങനെ അതൊക്കെ കുടിച്ച് നമ്മളിതാ ഫുഡ് കഴിക്കാൻ പോകുക കേട്ടോ. അപ്പോൾ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ അത് നല്ല അടിപൊളി പാലക്കാട് നെയ്ച്ചോറും നല്ല കായ്ച്ചാറും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് ചിക്കനോ ബീഫോ ഒന്നും വേണ്ട, എനിക്ക് നല്ല കായ്ച്ചാറ് ഉണ്ടാക്കി തരാൻ പറഞ്ഞതാട്ടോ താത്താനോട്. അപ്പോൾ അവൾ എന്തായാലും ഇതാ നല്ല അടിപൊളിയായിട്ട് കായ്ച്ചാറൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മലപ്പുറത്തേക്ക് വന്നതിന് ശേഷം ഞാനിത് കഴിക്കാറില്ല കേട്ടോ. അവിടെ ആർക്കും മക്കൾക്കോ നമ്മളെ പുതിയാപ്പൾക്കോ ഒന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയിട്ട് വെറുതെ എനിക്ക് ഒറ്റയ്ക്കായിട്ട് പിന്നെ ഉണ്ടാക്കാനും ഞാൻ മടിയാണ്. അപ്പോൾ ഇങ്ങനെ പുതിയാകുമ്പോൾ നമ്മളെ വീട്ടിൽ വന്നാലിങ്ങനെ ഇവരോട് പറഞ്ഞാൽ അവരുണ്ടാക്കി തരും, താത്ത ഉണ്ടാക്കി തരും കേട്ടോ. അപ്പോൾ അതാ അതിക്കുള്ള തൈരും അതുപോലെ നല്ല പുതിന ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പപ്പടവും. അപ്പം നല്ല കോമ്പിനേഷൻ കേട്ടോ നെയ്ച്ചോർക്ക് ഈ ഒരു കറി. നമ്മളെ പാലക്കാട്ടുകാർക്ക് മാത്രമേ ഇത് അറിയുള്ളൂ എന്നാണ് തോന്നണത് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതാട്ടോ ഞങ്ങൾ കടൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതാ 4 മണി ചായയാണ് കേട്ടോ. ചായ വെക്കൊന്നും വേണ്ട, അപ്പുറത്ത് നമ്മൾ അൻഡാട്ടൻ്റെ കടയിൽ പോയിട്ട് വേഗം ഒരു ചായയൊക്കെ വാങ്ങിയിട്ട് എല്ലാവരും കൂടെ ഇതാ പങ്കി കുടിക്കും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഇത് നമ്മളെ ഫ്രണ്ടിൻ്റെ ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ആ ഇരിക്കണതൊക്കെ ഫുള്ള് ടോപ്പുകളാണ്, അതൊക്കെ തയ്ച്ച് വെച്ചതാണ് കേട്ടോ. അങ്ങനെ ഇതാ കടയിലൊക്കെ ഇരുന്ന് താത്ത കടയൊക്കെ അടച്ച് ഞാനും താത്തയും കൂടെ ഇതാട്ടോ ഞങ്ങൾ വീടിൻ്റെ ബാക്കിലേക്ക് വന്നതാണ്. അവിടെ നല്ല കണ്ണെത്താ ദൂരത്തോളാണ് കേട്ടോ നെൽകൃഷി. എന്താ വെച്ചാൽ ഫുള്ള് കൊയ്യാനയക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഫുള്ള് മഞ്ഞ കളറിൽ ഒക്കെ നെല്ല് പഴുത്ത് കൊയ്യാൻ സമയമായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കൊയ്ത്തിനൊക്കെ നല്ല രസമാട്ടോ ഇവിടെ വന്നാൽ. മെഷീനാണല്ലോ ഇപ്പോൾ കൊയ്യണത്, ഫുള്ള് മെഷീൻ കൊണ്ടാണല്ലോ.
അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് വീണ്ടും ഇതാ ഞങ്ങളിങ്ങനെ പോരുകയാണ്. അപ്പോൾ പോരുന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയൊരു വീട് കണ്ടിട്ടോ, ഓല വീട്. പക്ഷേ ഇവിടുത്തെ ആ ചേച്ചി ഇല്ല കേട്ടോ. ചേച്ചി ഞങ്ങൾ അറിയുന്ന ചേച്ചി തന്നെയാണ്. ചെറുപ്പം മുതലേ കുട്ടിക്കാലം മുതലേ ഞങ്ങൾ അറിയുന്ന ചേച്ചി കേട്ടോ. ആ ചേച്ചിയുടെ ദൂര സ്ഥലത്തേക്ക് എവിടെയോ പണിക്ക് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ വാതിൽ അടച്ചിക്കണ്. ഞാനതുകൊണ്ട് ഉള്ളിലൊന്നും കയറാനോ അതിനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. ഒരു കുഞ്ഞു വീടാട്ടോ, ഓലപ്പരയൊക്കെ ആയിട്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് പാവങ്ങൾ വീടൊക്കെ ആവട്ടെ. അങ്ങനെ അവിടുന്ന് ഞങ്ങളെ വീട്ടിൽ പോന്നു. അപ്പോൾ ട്രെയിനാണെന്ന് വെച്ചിട്ട് ഓടിച്ചെന്നു കേട്ടോ. പക്ഷേ ട്രെയിൻ അല്ലായിരുന്നു അത്. നമ്മൾ ചരക്ക് കൊണ്ടുപോകണ സംഭവമല്ലേ, ചരക്ക് ലോറിന്ന് അറിയുന്ന, സോറി, ട്രെയിൻ കേട്ടോ. ചരക്ക് കൊണ്ടുപോകണ ട്രെയിനായിരുന്നു. അങ്ങനെ എന്തായാലും അവിടുന്ന് പോന്ന് വൈകുന്നേരം ഇരുട്ടായിട്ടോ. ഞങ്ങളിങ്ങനെ ഓരോ കാഴ്ചകളും കണ്ട് ഇങ്ങനെ നടക്കുക കേട്ടോ. അവിടെ വീട്ടിൽ ചെന്നാൽ തന്നെ ഇനിയിപ്പോൾ അതാ നമ്മളെ ഫ്രണ്ടിൽ നല്ല അടിപൊളി ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് നല്ല വെളിച്ചമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഫ്രണ്ടിലത്തെ വ്യൂ ആട്ടോ, രാത്രിത്തെ ഇതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ പാലക്കാട് വിശേഷം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കൊക്കെ ചെയ്യുക, അതുപോലെ തന്നെ സബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്ബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.